ചേച്ചി ആൾത്താമസമില്ലാത്ത വീട് എത്തിയിട്ടുണ്ട്. ലല്ലു വരുന്നുണ്ട്. വേഗം നമുക്ക് അവിടെ പേടിപ്പിക്കണ്ടേ? ഇവിടെ പ്രേതമുണ്ടെന്നും പറഞ്ഞ്. കുണിക്ക നിങ്ങൾ പേടിക്കരുത് കേട്ടോ. ഞങ്ങൾ ലല്ലുവിനെ പറ്റിക്കാൻ പോവാ. എന്താ ഇതാണോ നിങ്ങൾ പറഞ്ഞ മൈലാഞ്ചിയുള്ള വീട്? അതേടി ലല്ലി, ഇതാ മൈലാഞ്ചിയുള്ള വീട്. ഇങ്ങോട്ട് കയറി നീ. ഓ, ഈ വീടെന്താ ഇങ്ങനെ? ഇത് പൊട്ടിപ്പൊളിഞ്ഞതാണല്ലോ. ഇവിടെ ആരും ഇല്ലേ? അതൊന്നും നീ അറിയണ്ട. മൈലാഞ്ചി വേണമെങ്കിൽ നീ കയറും. ഈ വീടിന്റെ സൈഡിലുണ്ട് മൈലാഞ്ചി. സൈഡിലോ? എവിടെ നോക്കട്ടെ. സൈഡിലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ എന്താ അങ്ങോട്ട് നീങ്ങി നിന്നേ? എടി ലല്ലു, ഞങ്ങൾക്ക് പേടിയാ. ഇതേ പ്രേത വീട്. ഈ വീട്ടിലുള്ള അമ്മൂമ്മയൊക്കെ മരിച്ചു പോയി. ഇത് പ്രേതമുണ്ട് ഇവിടെ. അയ്യോ, ഇതെന്താ ലല്ലു പൊങ്ങിപ്പോയോ? എടി, ഇനി ഇവിടെ ശരിക്കും പ്രേതമുണ്ടോ? വാടി, നമുക്ക് ലല്ലിനെ താഴെ ഇറക്കാം. അയ്യോ അമ്മേ, അയ്യോ നെറ്റി ചേച്ചി പൊങ്ങിപ്പോയി. ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? കുണിക്ക നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ? നിങ്ങൾ പൊങ്ങിപ്പോവും. മാറി നിൽക്കുക. ചേച്ചി, നമ്മൾ എങ്ങനെ ഇറങ്ങും? അയ്യോ, താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. മമ്മി, ഞാൻ അമ്മമ്മേനോട് പറഞ്ഞു കൊടുക്കും. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. ഓടിക്കോ ലല്ലി, വാടി. ദൈവമേ, കണ്ട ആളില്ലാത്ത വീട്ടിലും പറമ്പിലൊക്കെ പോയിട്ട് വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് കൂടുതൽ ദൂരം പോകണ്ടെന്ന്. എല്ലാവർക്കും നല്ല പനിയുണ്ട്. മാധവൻ ചേട്ടനാണെങ്കിൽ വരുന്നുമില്ല. ഒരു ഓട്ടോ വിളിച്ച് മരുന്നിന് കൊണ്ടായാലോ എന്ന് ആലോചിക്കുക. അവൻ ഇവിടെ എത്താറായിട്ട് ഗീതേ. എന്റെ ദൈവമേ, ഞാൻ ലല്ലിമോളുടെ അമ്മ വിളിക്കുമ്പോ എന്ത് പറയും? ആ കൊച്ചിനെ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. അതിനെയും കൊണ്ടുപോയി പനി പിടിപ്പിച്ചു. എല്ലാം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കുട്ടികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ലല്ലോ. മാധവൻ ചേട്ടൻ എന്താ എത്താത്തേ? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? കണ്ട പറമ്പിലും മേട്ടിലും ആളില്ലാത്ത വീട്ടിലൊക്കെ പോയി പേടിക്കാനായിട്ട്. ദൈവമേ, ഏക്കത്തിന്റെ കിടപ്പ് കണ്ടില്ലേ? എവിടെ ഗീതേ കുട്ടികള്? ദൈവമേ, എല്ലാരും പനിച്ച് വിറച്ച് കിടക്കുവാണല്ലോ. വെക്കേഷൻ ആണ്, കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗീതേ? അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? കുട്ടികളെ ശ്രദ്ധിക്കാതെ എന്തെടുക്കുമായിരുന്നു? എടാ, ഞാനത് ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? വാ, നമുക്ക് എല്ലാവർക്കും കൂടി കുട്ടികളെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ കാർ എടുക്കട്ടെ. ഓരോ കുട്ടികളായിട്ട് എടുത്ത് വേഗം കാറിൽ കയറ്റ. അയ്യോ, തീരെ വയ്യല്ലോ. അമ്മേ, ഞാൻ കുട്ടികളായിട്ട് ഹോസ്പിറ്റലിൽ പോകുക. അമ്മ ആ കുഞ്ഞിനെ ഒന്ന് നോക്കണേ. പേടിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാരും നല്ലപോലെ പനിക്കുന്നുണ്ട്. വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. മരുന്നിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഉണ്ട് ഇഞ്ചക്ഷൻ. ശരി ഡോക്ടർ. അല്ല, മോൾക്കല്ല, മറ്റു കുട്ടികൾക്കാണ് കുത്തുവെപ്പ്. അത് അവർക്ക് വേണ്ടി എടുത്തതാ. കഴിഞ്ഞടാ. അതിന് വേദന എടുത്തില്ലല്ലോ. പനി മാറാനല്ലേ. ശരി, നിങ്ങൾ അടുത്ത കുട്ടീനെ കൊണ്ടുവരൂ. ആ, മോന്റെ പേരെന്താ? അയ്യോ, അങ്കിള് പാവല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ. അല്ല, അയ്യോ, ദേ കുണിക്കല്ലേ വരുന്നേ മോന്റെ സിസ്റ്റർ. കഴിഞ്ഞല്ലോ, ഇപ്പൊ പനി മാറൂട്ടോ. വാ ഡോക്ടറെ, എന്നെ കുത്തുവെക്കണ്ട ഡോക്ടറെ. എനിക്ക് മരുന്ന് തന്നാ മതി. ഞാൻ നന്നായിട്ട് മരുന്ന് കഴിക്കാം. മുടങ്ങാതെ കഴിച്ചോളാം. അയ്യോ മോളെ, മരുന്ന് കഴിച്ച കുറയില്ല. നല്ല പനിയുണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ലേ പിന്നെ പ്രശ്നമാകും. പനി കൂടി. ഇപ്പൊ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ, പനി മാറും. മരുന്നാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവേണ്ടി വരും. പിന്നെ എന്നും ഇഞ്ചക്ഷൻ ആയിരിക്കും. അയ്യോ, എന്നും ഇഞ്ചക്ഷനോ? അത് വേണ്ട ഡോക്ടറെ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ 2 കുട്ടികൾ എത്ര നന്നായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പോയത്. അവർ കരഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ വലിയ കുട്ടിക്കാണോ ടെൻഷൻ? കൈ കാണിച്ചേ. കാണിക്കുന്നത് മോളെ, പേടിക്കണ്ട. ഇത്രയും വലിയ കുട്ടി ഇങ്ങനെ കരയുകയാണോ? അടുത്ത കുട്ടീനെ വിളിക്കേ. അയ്യോ ഡോക്ടർ, പതിയെ കുത്തണേ. എന്റെ പൊന്നു മോളെ, മോൾക്ക് ഇത്രയും വയസ്സായില്ലേ? ഈ വെക്കേഷന് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതിന് പകരം പേടിപ്പെടുത്തുന്ന അടുത്ത് കൊണ്ടുപോയത് മോളല്ലേ. ഇനി മേലെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഡോക്ടറെ, ഞാൻ ഓർത്തില്ല. ശരി, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ. അമ്മേ, പേടിക്കണ്ടെന്ന്. ഇപ്പൊ കഴിയും. കഴിഞ്ഞല്ലോ, നീ കരയാതെ. മോളെ പേടിക്കണ്ടാട്ടോ. പോട്ടില്ലല്ലോ, പോട്ടെ. ഗീത കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തോണ്ടിരിക്കണം. നല്ല തളർച്ചയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമുക്ക് ട്രിപ്പ് ഇടാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം പോകാം. മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കുക. കുട്ടികളെ ശ്രദ്ധിക്കുക. ശരി ഡോക്ടർ. ആശുപത്രി പോയി എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായെന്നാവോ ദൈവമേ, അവര് വരുന്നുമില്ലല്ലോ. ഈ നാശം. ഈ കൊച്ചിവിടെ ഇല്ലെങ്കിൽ എനിക്ക് അവരെ കൂടി പോകായിരുന്നു. ഇത് ഉറങ്ങി എണീക്കണേ മുമ്പ് വന്നാ മതിയായിരുന്നു. ദൈവമേ, ലല്ലിമോൾക്ക് എന്തായെന്നാവോ? കണ്ട നാടോടി കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാനാണല്ലോ എന്റെ വിധി. എന്റെ ദൈവമേ, ഈ ഗീതയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അന്ന് തന്നെ ഇതിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ. ഏതോ തെരുവി വളരേണ്ട കുട്ടിയാ എന്റെ മോൻ മേടിച്ചിട്ട സോഫയിൽ നെളിഞ്ഞു കിടക്കുന്നത്. ഗീതനെ പറഞ്ഞാൽ മതിയല്ലോ. കുട്ടികൾക്ക് എന്തായെന്നാവോ? പനി കുറഞ്ഞെന്നാവോ? ഇത് എണീറ്റോ? കണ്ണു തുറന്നല്ലോ. ഇനിയിപ്പോ കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും?
എന്നെ കൊണ്ടൊന്നും വയ്യ പാല് കാച്ചാനും. എന്തിനാ കിടന്ന് മൂളുന്നേ? നിനക്ക് ഇവിടെ പാല് കാച്ചി തരാനും പൊടി കലക്കി തരാനൊന്നും ആരുമില്ല. എല്ലാരും ആശുപത്രി പോയേക്കുവാ. ഇപ്പൊ എങ്ങനെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കും. ദൈവമേ, ഇത് കരയാണ്ടിരുന്നാ മതിയായിരുന്നു. കരഞ്ഞാ തീർന്നു. എന്ത് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ? ചിരിക്കുന്നാ തോന്നുന്നേ. എടി നാടോടി കൊച്ചേ, നിന്നെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ജനിച്ചത് അറിയോ? ആ ഗീത കാരണം ഞാൻ നിനക്ക് കാവലിരിക്കണേ. അല്ലാണ്ട് ഞാൻ നിന്റെ വേലക്കാരിയൊന്നുമല്ല, അറിയാലോ. ഇതിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ ഒരു മണം? ഇത് എവിടെന്നാ? അയ്യേ, നീ പണി പറ്റിച്ചോടി വെങ്കൊച്ചേ. അയ്യേ, അപ്പിട്ടല്ലോ. ദൈവമേ, ഗീത ഇപ്പൊ വരുമോന്നാവും. ഇതിന് ഞാൻ കഴുകണോ? മനഃപൂർവ്വം